പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ നവീകരണം. അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരും. സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. KSRTC പെരിന്തൽമണ്ണ ഡിപ്പോ നവീകരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഞാൻ MLA ആയി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കേന്ദ്രങ്ങളിലൊന്ന് KSRTC ഡിപ്പോ ആയിരുന്നു. പ്രത്യേകിച്ച് അന്ന് കോവിഡ് കാലമായിരുന്നതിനാൽ അന്ന് ആളുകൾക്ക് വലിയ തോതിലുള്ള യാത്രാ ബുദ്ധിമുട്ട് നേരിട്ടൊരു സന്ദർഭത്തിൽ അന്ന് ഡീസൽ അടിക്കാൻ പോലും KSRTCക്ക് പ്രയാസമായ ഒരു ഘട്ടത്തിൽ അന്ന് ആളുകൾക്ക് യാത്രാ സൗകര്യം നൽകാൻ വേണ്ടി എൻ്റെ ആദ്യത്തെ ശമ്പളം അന്ന് KSRTCയുടെ ഡീസലിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ KSRTC ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതിൻ്റെ നവീകരണവുമായിട്ടും എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹവുമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയും അദ്ദേഹം പിറ്റേ ദിവസം തന്നെ KSRTC GM സരിനെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യേണ്ടായി. നമ്മളിപ്പോൾ KSRTC ഡിപ്പോയിൽ ഏതാണ്ട് 2 ഏക്കറിലേറെ ലാൻഡുള്ള ഒരു സ്ഥലമാണ്. പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ഭൂമിയാണിത്. അപ്പോൾ അതിന് ഒരു ടോട്ടൽ പ്രൊജക്റ്റായി ഒരു മാസ്റ്റർ പ്ലാൻ അതിനു വേണ്ടി ഉണ്ടാക്കുകയും ഒരു കൊമേഴ്ഷ്യൽ ബസ് സ്റ്റാൻഡ് എന്ന നിലയിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നവീകരണവുമായി ബന്ധപ്പെട്ട് ഡിപ്പോ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC നോർത്ത് സോൺ ജനറൽ മാനേജർ സരി, DTO ഡോഷി ജോൺ, പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജഗോപാൽ തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം MLA തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് KSRTC നോർത്ത് സോൺ ജനറൽ മാനേജർ ഇന്ന് പെരിന്തൽമണ്ണയിലെത്തിയത്. ഡിപ്പോ നവീകരണത്തിന്റെ ഭാഗമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ടെർമിനൽ, ബസ് സ്റ്റാൻഡ്, പാർക്കിംഗ് ഏരിയ, പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് ഏരിയ, റിട്ടയർമെന്റ് റൂം, കോഫി ഷോപ്പ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹോട്ടൽ കോംപ്ലക്സ്, സ്റ്റാഫ് റൂം, സ്റ്റാഫ് റെസ്റ്റ് ഹൗസ്, മെഡിക്കൽ സെന്റർ എന്നിവ ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് മന്ത്രിയുമായുള്ള പ്രാഥമിക ചർച്ചയിൽ ധാരണയായതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. Poppies, the way we love, the way we care.